ഡെവോപ്സ് എന്നുള്ളത് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈസിയർ ആയിട്ടും ഫാസ്റ്റർ ആയിട്ടും സ്കെയിലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിനെയും ഓപ്പറേഷൻസ് ടീമിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സെറ്റ് ഓഫ് പ്രാക്ടീസിനാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ ആയിട്ട് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കുക, അതേപോലെ അപ്ഡേറ്റ്സുകൾ ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി ചെയ്യുക, അതേപോലെ പ്രൊഡക്ട്സിന്റെ ഹയർ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി എൻഷുർ ചെയ്യുക. അതൊക്കെയാണ് ഡെവോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MLOps എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലുകളുടെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാനായിട്ട് മെഷീൻ ലേണിംഗിനെയും ഡെവോപ്സിനെയും ഡാറ്റ എഞ്ചിനീയറിംഗിനെയും കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് MLOps എന്ന് പറയുന്നത്. MLOpsന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ML ലൈഫ് സൈക്കിളിനെ ഓട്ടോമേറ്റ് ചെയ്തെടുക്കുക, അതേപോലെ ഈ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ മോഡലിന്റെ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീമിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഡേറ്റ സയന്റിസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ ML എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഓപ്പറേഷൻസ് ടീം ഉണ്ടാവും. ഇവരെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഇവരുടെ കൊളാബറേഷൻ ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ മോഡൽസ് റീപ്രൊഡ്യൂസിബിളും സ്കേലബിളും കണ്ടിന്യൂസ്ലി ഇംപ്രൂവ്ഡ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് MLOpsന്റെ ഗോൾ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് MLOps എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ ML പ്രൊജക്റ്റുകളിലൊക്കെ ടീമിന് ഒരു പ്രൊജക്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഒരു ഹാർഡ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അതേപോലെ ഈ നമ്മളുടെ മോഡലിൽ യൂസ് ചെയ്യുന്ന റിയൽ വേൾഡ് ഡേറ്റ അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഈ മോഡലിൽ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ചേഞ്ച് കാരണം വരുന്ന റീട്രെയിനിങ് ആൻഡ് മോണിറ്ററിങ് മാനുവലി ആണ് ഈ ടീം ചെയ്തുകൊണ്ടിരുന്നത്. ഈ MLOps ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടെ ഈ മോഡൽസിനെ ട്രെയിൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഓട്ടോമേറ്റഡ് പൈപ്പ് ലൈൻസിന്റെ ഹെൽപ്പോടുകൂടെ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഡേറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ഈ മോഡലിനെ റീട്രെയിൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഡിപ്ലോയ്മെന്റ് സ്മൂത്തറും സ്കേലബിൾ ആയിട്ട് മാറി. ഇനി MLOpsന്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ്. ഡാറ്റ പൈപ്പ് ലൈനിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡേറ്റനെ കളക്ട് ചെയ്യും, ക്ലീൻ ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും, പ്രോസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് മോഡൽ ഡിപ്ലോയ്മെന്റ് ആണ്. നമ്മൾ മോഡൽ പൈപ്പ് ലൈനിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈപ്പർ പാരാമീറ്റേഴ്സിനെ ട്യൂൺ ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് മോഡൽ വാലിഡേഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മോഡലിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യുക, ഫെയർനെസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് മോഡൽ വാലിഡേഷനിൽ ചെയ്യുന്നത്. നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ മോഡലിനെ ഡിപ്ലോയ് ചെയ്യുക, ആവശ്യമുള്ള API സർവീസുകളൊക്കെ ആഡ് ചെയ്ത ശേഷം ഈ മോഡലിനെ ഡിപ്ലോയ് ചെയ്യുക. അഞ്ചാമത്തെ ഫേസ് എന്ന് പറയുന്നത് മോണിറ്ററിങ്. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത മോഡലിന്റെ ആക്യുറസി, പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് മോണിറ്ററിംഗിൽ ചെയ്യുന്നത്. ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ട്രെയിനിങ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ മോഡലിനെ വീണ്ടും റീട്രെയിൻ ചെയ്യുകയാണ് കണ്ടിന്യൂസ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. ഇനി MLOpsന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റർ ആയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ മോഡലിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതേപോലെ സ്കേലബിലിറ്റി, നമ്മളുടെ മോഡലിന്റെ സ്കേലബിലിറ്റി എൻഷുർ ചെയ്യുക, മോഡലിനെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എൻഷുർ ചെയ്യുക. അതേപോലെ ഈ ML ടീം, നമ്മുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ML ആൻഡ് DevOps എഞ്ചിനീയേഴ്സിന്റെ കൊളാബറേഷൻ ബെറ്റർ ആക്കി എടുക്കുക. ഇതൊക്കെയാണ് MLOpsന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ MLOps എന്ന് പറയുന്നത് ഡെവോപ്സിന്റെ കൂടെ തന്നെ മെഷീൻ ലേണിംഗിനെയും ഡാറ്റ എഞ്ചിനീയറിംഗിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് സ്കേലബിൾ, റിലയബിൾ ആൻഡ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് MLOps കൊണ്ട് ഉദ്ദേശിക്കുന്നത്.